1500 വർഷം മുൻപ് സൗത്ത് ഇന്ത്യ മുഴുവൻ അടക്കി വാണ ചാലൂക്യരുടെ നഗരമായ ബാദാമിയിലെ ചാലൂക്യ ഗുഹകളിലാണ് ഇപ്പം നമ്മളുള്ളത്. ഈ ഗുഹ കാണിക്കാനൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓണം ഇങ്ങ് അടുത്തു. ഓണം അടുത്തപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം വലിയൊരു തർക്കം നടക്കുവാണ്. മഹാബലിക്ക് കുടവയറുണ്ടായിരുന്നോ, മഹാബലി 6 പാക്ക് ആയിരുന്നോ, കുടവയറുണ്ടായിരുന്നോ എന്നുള്ളൊരു തർക്കം. അപ്പം ചിലർ പറയുന്നു മഹാബലിയെ കുടവയറിനായിട്ട് കാണിച്ച് നമ്മൾ മോശപ്പെടുത്തുന്നു, അങ്ങനെ പാടില്ല എന്നൊക്കെ ഉള്ളത്. അപ്പം ചിലരൊക്കെ പരിഹസിക്കുന്നുമുണ്ട്. ആക്ച്വലി മഹാബലിയുടെ വേഷം അല്ലെങ്കിൽ മഹാബലിയുടെ ആ ഒരു ശരീരഘടന എങ്ങനെ ഉണ്ടായിരുന്നു? 1500 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ ആർട്ട് ആരംഭിച്ചത് ഇവിടെ നിന്നാണ്, ഈ ബദാമിയിൽ നിന്നാണ്. ഈ ബദാമിയിൽ വളരെ വ്യക്തമായിട്ട് മഹാബലി എന്താണെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ത്രിവിക്രമ. അതായത് മഹാബലി വാമന ഭഗവാന് തൻ്റെ 3 അടി മണ്ണ് ദാനം ചെയ്തു കഴിഞ്ഞപ്പോൾ വാമന രൂപം വളരെ വലുതായി വിശ്വരൂപമായിട്ട് ഈ 3 ലോകങ്ങളും അളക്കുന്ന ഒരു സീനാണ് ഈ കാണിക്കുന്നത്. ഇത് മഹാവിഷ്ണു. അദ്ദേഹത്തിൻ്റെ ഒരു കാല് കണ്ടില്ലേ, ഏറ്റവും ഒരു കാല് പോയിരിക്കുന്നത് സൂര്യൻ്റെ മുകളിലാണ്. അതിൻ്റെ മുകളിൽ കാണുന്നത് രാഹു, മുകളിൽ ചന്ദ്രൻ, പിന്നെ ദേവതകൾ. ഇത് 8 കൈകളോട് കൂടിയ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എവിടെയാണ് മഹാബലി? ഈ കാല് പിടിച്ചിരിക്കുന്നത്, മഹാവിഷ്ണു ഭഗവാന്റെ ഈ കാലിൽ പിടിച്ചിരിക്കുന്നത് മഹാബലിയുടെ മകനാണ്. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യാണ്. ഈ ഒരു അംബ്രല്ല കണ്ടോ, ഇവിടെ വാമന ദേവനായിരുന്നു, പക്ഷെ അത് ഇവിടുന്ന് മാഞ്ഞു പോയിട്ടുണ്ട്, എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ പുറകിൽ കാണുന്നത് ശുക്രാചാര്യര്, അതിന് പുറകിലായിട്ട് നിൽക്കുന്ന ദേവനാണ് മഹാബലി. ഇതാണ് മഹാബലി. മഹാബലിക്ക് കുടവയറുണ്ടോ? നമ്മൾ ഈ കാണിക്കുന്ന പോലുള്ള വലിയ കുടവയറുണ്ടോ? മഹാബലിക്ക് കുടവയറുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല. 6 പാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഇതാണ് മഹാബലി. 1500 വർഷങ്ങൾക്ക് മുൻപ് വളരെ കൃത്യമായിട്ട് ഇവിടെ ഇത് മാത്രമല്ല, ഒരുപാട് ആർട്ടുകളുണ്ട്. ഹിന്ദു രാജാക്കന്മാർ പണികഴിപ്പിച്ച, ചാലൂക്യ രാജാക്കന്മാർ പണികഴിപ്പിച്ച ഗുഹാക്ഷേത്രത്തിലെ ഒരു സീനാണ്. ഇതാണ് മഹാബലി. ഈ മഹാബലിക്ക് കുടവയറില്ല. 6 പാക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഇത് ആർട്ടല്ലേ, എങ്ങനെ വേണമെങ്കിലും നിർമ്മിക്കാമെന്ന് പറഞ്ഞ് നമുക്കിത് തള്ളിക്കളയാൻ കഴിയത്തില്ല. കാരണം ഇവിടെ മറ്റ് പല ആർട്ടുകളും വളരെ ഗംഭീരമായിട്ടാണ്, അതിൻ്റെതായ ശരീരാകാര വടിവോടുകൂടി അത് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ചെയ്തതാണ്. ഒരു സുന്ദരനായ മനോഹരമായ ശരീരഘടനയോട് കൂടിയ ഒരു രാജാവിനെയാണ് ഇവിടെ കുത്തിവെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആടയാഭരണങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഡാമേജ് വന്നിട്ടുണ്ട്, കാരണം 1500 വർഷം പഴക്കമാണ്. ഇത് ഗുഹാക്ഷേത്രങ്ങളാണ്. ഇതിനപ്പുറത്തൊക്കെ ഒരുപാട് ടെമ്പിൾ ആർട്സ് ഉണ്ട്. അതായത് ഇന്ത്യയുടെ ക്ഷേത്ര ആർക്കിടെക്ചർ ഈ ബദാമി ചാലൂക്യരുടെ അണ്ടറിലാണ് ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ക്ഷേത്രങ്ങളൊക്കെ അവരാണ് ആരംഭിച്ചത്. അപ്പോൾ അവരാണ് ഇത് ആധികാരികമായിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് കുടവയറുള്ള മഹാബലിയെ ഒഴിവാക്കി കുറച്ച് മാന്യമായ ഒരു മഹാബലിയെ നമ്മൾ കൊണ്ടാടണം, ആഘോഷിക്കണം എന്ന അഭ്യർത്ഥനയോടുകൂടി നിർത്തുന്നു. ഇത് ത്രിവിക്രമ എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആർട്ടാണ്.